കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയുടെ വികസനം തടസ്സപ്പെടുത്തുന്ന CPM നയത്തിനെതിരെ ചടയമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. 10 കോടി രൂപ നബാർഡ് ആശുപത്രി വികസനത്തിന് അനുവദിച്ചിട്ടും മന്ത്രിയുടെയും ജില്ലാ കളക്ടറുടെയും തീരുമാനമുണ്ടായിട്ട് 22 സെന്റ് റവന്യൂ ഭൂമി ആശുപത്രി വികസനത്തിനായി വിട്ടു നൽകാതെ CPM നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതി കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങി താലൂക്ക് ആശുപത്രിയെ തകർക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് KPCC ജനറൽ സെക്രട്ടറി MM നസീർ പറഞ്ഞു. അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരങ്ങൾക്ക് ഈ നിയോജക മണ്ഡലത്തിലെ ചെറുതും വലുതുമായ പ്രശ്നങ്ങൾക്ക് ഇന്ന് ചടുലമായി നേതൃത്വം നൽകുന്ന കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് MM നസീർ ഈ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ കടക്കൽ ആശുപത്രിയെ, ഈ താലൂക്ക് ആശുപത്രി നമ്മുടെ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും വലിയ അഭിമാന സ്തംഭമാണ്. കാരണം വളരെ കാലങ്ങളായി, ഏകദേശം അരനൂറ്റാണ്ടിലേറെ കാലമായി സ്ഥാപിക്കപ്പെട്ട ഈ താലൂക്ക് ആശുപത്രി ഇന്ന് വളരെ ഞെരുങ്ങിയാണ് ഇവിടെ കഴിയുന്നത്. കാരണം സ്ഥലമില്ല, സ്ഥലപരിമിതിയുണ്ട്. നമുക്കറിയാം, മറ്റ് പല സ്ഥലങ്ങളിലെയും താലൂക്ക് ആശുപത്രി എന്ന് പറഞ്ഞാൽ സൂപ്പർ സ്പെഷ്യാലിറ്റി അടക്കമുള്ള ബ്ലോക്കുകളുള്ള, ചികിത്സകളുള്ള, ഡോക്ടർമാരുള്ള ഒരു ആരോഗ്യ കേന്ദ്രമാണ്. ചടയമംഗലം നിയോജക മണ്ഡലത്തിൽ മാത്രമല്ല, പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് വരുന്നതിന് മുമ്പ് പാരിപ്പള്ളി അടക്കമുള്ള, അഞ്ചൽ അടക്കമുള്ള ഈ പ്രദേശത്തുള്ള ജനങ്ങൾ, ലക്ഷക്കണക്കിന് ജനങ്ങൾ ആശ്രയിച്ചിരുന്ന ഒരു ആശുപത്രിയാണ് കടക്കൽ താലൂക്ക് ആശുപത്രി. ഇവിടെ നിങ്ങൾക്കറിയാം, ഇവിടെ നബാർഡ് 10 കോടി രൂപ നബാർഡ് അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ സർക്കാരിൻ്റെ ഭൂമി, അതായത് നമ്മുടെ ഭൂമി, നമുക്കെല്ലാം അവകാശമുള്ള സർക്കാരിൻ്റെ ഭൂമി ഈ ആശുപത്രിയോട് അടുത്തുണ്ട്. അത് മുഴുവനായിട്ടും ആശുപത്രി വികസനത്തിന് വേണ്ടി ചോദിക്കുന്നില്ല. വെറും 22 സെന്റ് സ്ഥലം കൊടുത്താൽ, അല്ലെങ്കിൽ ആ ഉത്തരവ്, റവന്യൂ വകുപ്പ് ഇറക്കിയ ഉത്തരവ് പാലിച്ച് തർക്കമൊന്നുമില്ലാതെ കൊടുത്താൽ ഈ ആശുപത്രിയുടെ വികസനത്തിന് വേണ്ടി ഒരു പദ്ധതി നബാർഡിന് നമുക്ക് കൊടുക്കാം, പൈസ അനുവദിച്ചുകൊണ്ട്. പക്ഷേ ആ നബാർഡിനുള്ള 10 കോടി CPIയുടെ സ്ഥലം MLA മന്ത്രി ആവശ്യപ്പെട്ടിട്ടും ആശുപത്രി വികസനത്തിന് എതിര് നിൽക്കുന്ന CPM നേതൃത്വം നൽകുന്ന പഞ്ചായത്ത് ഭരണസമിതിയിൽ നിന്നും CPIയുടെ പഞ്ചായത്ത് അംഗങ്ങൾ രാജിവെക്കണമെന്ന് ശ്രീ MM നസീർ ആവശ്യപ്പെട്ടു. CPM നിയന്ത്രണത്തിലുള്ള ആശുപത്രിയെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് സാധാരണക്കാരൻ്റെ ആശ്രയമായ താലൂക്ക് ആശുപത്രിയെ തകർക്കാൻ ശ്രമിക്കുന്നതെന്ന് MM നസീർ ആരോപിച്ചു. അവിടെ വന്നത്, പക്ഷെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലം അത് ഒരിക്കലും പഞ്ചായത്തിന് കിട്ടില്ല. കാരണം റവന്യൂ ഭൂമിയുടെയാണ്. മാത്രമല്ല, അത് ആശുപത്രിക്കായി 22 സെന്റ് സ്ഥലം കൊടുത്തു കഴിഞ്ഞു. പക്ഷെ പഞ്ചായത്ത് മുടന്തൻ ന്യായങ്ങൾ ഉന്നയിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഈ താലൂക്ക് ആശുപത്രി എന്ന് പറയുന്നത് ഇത് അകാലത്തിൽ മരണപ്പെട്ടു പോകണം. ഇത് പാടില്ല. ഇപ്പം തന്നെ നിങ്ങൾക്കറിയാം, ഇവിടെ 1-2 ഡോക്ടർമാർ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഡോക്ടർമാർ വളരെ കുറവാണ്. സന്ധ്യ ആയിക്കഴിഞ്ഞാൽ ഹൗസ് സർജൻസിയൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് MBS ആയിട്ട് എടുത്തിട്ടുള്ള 3-4 കുട്ടികളെയാണ് ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. ബ്ലോക്ക് പ്രസിഡന്റ് PR സന്തോഷ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കടയ്ക്കൽ താജുദ്ദീൻ, ശ്രീ MM റാഫി, ശ്രീ അജിദാസ്, ജെയിംസ് N ചാക്കോ, ഷെയ്നുദ്ദീൻ, ശ്രീമതി ഷമീന പറമ്പിൽ, ശ്രീ ഷാജുകുമാർ, ശ്രീ ഇടത്തറ വിജയൻ, ശ്രീ കുമ്മിൽ ഷമീർ, ശ്രീ കുന്നിൽ നാസർ, ശ്രീ ആൽത്തറമൂട് വിജയൻ, ശ്രീ ജ്യോതിഷ് ആനപ്പാറ, ശ്രീ രവീന്ദ്രൻ നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു.